പാലക്കാടൻ കാറ്റ് മാറി വീശുമോ? ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ രാഷ്ട്രീയം, ചരിത്രം, പരിസ്ഥിതി, പുതിയ നിർദ്ദേശങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നൊരു ചാനലാണിത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമായി ഇത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടണം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയത് പത്തനംതിട്ടയിൽ നിന്ന് പോയിട്ടാണ്. പത്തനംതിട്ടയിൽ നിന്ന് പോയി പാലക്കാട് നിന്ന് ജയിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഷാഫി പറമ്പലിൻ്റെയൊക്കെ ഒരു സപ്പോർട്ടോടുകൂടി വലിയ ഹൈപ്പാണ് ഉണ്ടാക്കിയത്. എന്നാൽ നിർഭാഗ്യവശാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി, ലൈംഗിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി വലിയ അശ്ലീലമാണ് കേരളത്തിൽ കണ്ടത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. AICCയുടെ നിർദ്ദേശപ്രകാരം പാർലമെൻ്ററി സമിതിയിൽ നിന്ന് മാറ്റി. എന്നാൽ ഇപ്പോൾ പുതിയ അന്തർനാടകങ്ങൾ നടക്കുകയാണ്. അദ്ദേഹത്തെ ജനപ്രിയനാക്കി തിരിച്ചുകൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് A ഗ്രൂപ്പ് ചെയ്യുന്നത് എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അവിടെ ഗവൺമെൻറ് പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല, വലിയ പ്രതിഷേധമുണ്ടാകും. പ്രത്യേകിച്ച് DYFI, BJP ഒക്കെ വലിയ പ്രതിഷേധം ഉണ്ടാക്കും. പിന്നെ പറ്റുന്ന എന്താണ്? പാർട്ടി പരിപാടികളിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, അതും പറ്റത്തില്ല. അതിന് പകരമായി ഓണാഘോഷം വരുന്നു, ക്ലബ്ബുകളുടെ പരിപാടി വരുന്നു, പൗരസമിതിയുടെ പരിപാടിയുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ MLA അല്ലേ, സ്ഥാപന MLA എന്നുള്ള അവരെ വിളിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുള്ള എന്തായാലും പാലക്കാട് ഒന്ന് ഇറങ്ങി അവിടുത്തെ മണ്ണിൻ്റെ മണം ഒന്ന് മനസ്സിലാക്കി അവിടെ എത്രമാത്രം എതിർപ്പുണ്ടെന്ന് നോക്കാനും, ആ എതിർപ്പുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനും ജനത്തെ, കാരണം ഇപ്പോൾ ചാനലുകളിൽ നിന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ഔട്ടായി. ചാനലുകളിൽ രാഹുലിൻ്റെ വിഷയം ചർച്ചയ്ക്കില്ല, ചാനലുകൾ പുതിയ വിഷയങ്ങളിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും രാഹുലിനെ അവിടെ ഇറക്കാനുള്ള രഹസ്യയോഗം ചേർന്നു എന്നാണ് പറയുന്നത്. ഇത് ഷാഫിയാണ് ചേർന്നു എന്ന് പറയുന്നത്. പക്ഷേ ഷാഫി പറയുന്ന ആ DCCയുടെ ഭാരവാഹി അന്നവിടെ ഇല്ലായിരുന്നു, ബാംഗ്ലൂരിൽ മകളെ കല്യാണവുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പോയിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ ചർച്ച നടക്കുകയാണ് അവിടെ. തീർച്ചയായിട്ടും A ഗ്രൂപ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ചർച്ച നടക്കുന്നു. സണ്ണി ജോസഫ് ഒരു ഡയലോഗ് അടിച്ചിട്ടുമുണ്ട്, ഒരു സംഭാഷണം പറഞ്ഞിട്ടുമുണ്ട്. എന്താ, മുകേഷിൻ്റെ പരിപാടി പങ്കെടുക്കാമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുത്തുകൂടെ? അതുപോലെ തന്നെ അപ്പുറത്തുള്ള ഒരുപാട് സ്ത്രീ വിഷയങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്ന പലരും പല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ടല്ലോ, പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ എന്നുള്ള ചോദ്യവും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്, സംഘർഷവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തർക്കവും അഴക്കും അടിയും പോലീസ് കേസും വെടിവെപ്പും ഒക്കെ ഉണ്ടാകാം. ഇതെല്ലാം നമ്മൾ പ്രവചിക്കുന്നതല്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തൽക്കാലം ഓണത്തിന് പോകാൻ സാധ്യതയില്ല. പക്ഷേ ഓണം കഴിഞ്ഞാൽ പാലക്കാടേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് ആ പാലക്കാട് ഭൂമികയുടെ രാഷ്ട്രീയം വീണ്ടും മാറിമറിയുകയും അതിൽ നേട്ടമുണ്ടാക്കുന്നത് BJP ആണോ, CPM ആണോ, അതോ കോൺഗ്രസ് തന്നെ വീണ്ടും നേടുമോ?